ഇന്ന് ലോക പാമ്പ് ദിനം. പാമ്പ് കടിയേറ്റുള്ള മരണങ്ങൾ രാജ്യത്ത് വർദ്ധിക്കുന്നതായിട്ടാണ് പഠനങ്ങൾ പറയുന്നത്. കൃത്യമായ ചികിത്സ തേടുന്നതിലെ കാലതാമസവും തെറ്റിദ്ധാരണകളുമാണ് മരണം വർദ്ധിക്കാൻ കാരണം. പാമ്പ് കടിയേറ്റുള്ള മരണങ്ങൾ തടയാൻ പ്രത്യേക കർമ്മ പദ്ധതിയുമായി മുന്നോട്ട് ഇറങ്ങുകയാണ് കൊച്ചി അമൃത ആശുപത്രി. ആഗോളതലത്തിൽ ഓരോ വർഷവും 81,410 മുതൽ 1,37,880 വരെ ആളുകൾ പാമ്പ് കടിയേറ്റ് മരിക്കുമ്പോൾ ഇതിൽ പകുതിയും ഇന്ത്യയിൽ നിന്നാണ് എന്നത് ആരെയും ഞെട്ടിപ്പിക്കും. രാജ്യത്ത് ഒരു വർഷം 58,000 പേർ പാമ്പ് കടിയേറ്റ് മരിക്കുന്നു എന്നാണ് പുറത്തു വന്നിട്ടുള്ള കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഈ ഗുരുതര സാഹചര്യത്തെ മനസ്സിലാക്കിയ ലോകാരോഗ്യ സംഘടന 2030 പാമ്പ് കടിയേറ്റുള്ള മരണം 50% കുറയ്ക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ഭാഗമായി ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് കൊച്ചിയിലെ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിനെ സെന്റർ ഓഫ് അഡ്വാൻസ്ഡ് റിസർച്ചായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളം, മഹാരാഷ്ട്ര, ഒഡീഷ, പശ്ചിമ ബംഗാൾ, അസം, ജാർഖണ്ഡ്, ഹിമാചൽ പ്രദേശ് ഉൾപ്പെടെയുള്ള 7 സംസ്ഥാനങ്ങളിൽ കൃത്യമായ ചികിത്സാ പദ്ധതിയും സാമൂഹിക അവബോധവും സൃഷ്ടിച്ച് പാമ്പ് കടിയേറ്റുള്ള മരണം 0 എത്തിക്കുക എന്നതാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. WHO കുറച്ചു വർഷം മുമ്പ് സ്നേക്ക് ബൈറ്റ് പ്രിവെന്റ് ചെയ്യാനും തടുക്കാനും ഒരു 4 പില്ലേഴ്സ് അവർ പറഞ്ഞിട്ടുണ്ടായി. ആ 4 പില്ലേഴ്സ്, ഒന്ന് കമ്മ്യൂണിറ്റി എംപവർമെന്റ്, രണ്ടാമത്തെ കമ്മ്യൂണിറ്റി അവയർനെസ്, മൂന്നാമത്തെ സ്ട്രെങ്തനിങ് ഹെൽത്ത് സിസ്റ്റംസ്, നാലാമത്തെ കൊലാബറേഷൻ. അപ്പൊ ഈ 4 പില്ലേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ഈ സെന്റർ ഫോർ അഡ്വാൻസ്ഡ് റിസർച്ചിന്റെ പദ്ധതി നമ്മൾ രൂപീകരിച്ചേക്കുന്നത്. ലക്ഷ്യം ഇതാണ്, സീറോ സ്നേക്ക് ബൈറ്റ്. ഓരോ പഞ്ചായത്തിലും പാമ്പുകളെ കുറിച്ച് കൃത്യമായി പഠിച്ച 3 പേരടങ്ങുന്ന സർപ്പമിത്ര ടീമിനെ ഉണ്ടാക്കുകയാണ് പദ്ധതിയുടെ ആദ്യ നടപടി. തുടർന്ന് എല്ലാ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിൽ കൃത്യമായ ചികിത്സാ സംവിധാനം ഉറപ്പാക്കൽ, ആരോഗ്യ പ്രവർത്തകർക്കുള്ള ബോധവൽക്കരണം തുടങ്ങി വിവിധ ഘട്ടങ്ങളിലൂടെയാണ് പദ്ധതി പ്രാവർത്തികമാക്കുക. ഈ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള അവബോധം മെച്ചപ്പെടുത്തുന്നതിന് ഇത്തരത്തിലുള്ള ആദ്യ ശ്രമമാണിതെന്നതും ശ്രദ്ധേയമാണ്. ന്യൂസ് ഡെസ്ക്, ജനം.